ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റർ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക, RC ഹൈ പാസ് ഫിൽട്ടർ ആസ് ഡിഫറൻഷ്യേറ്റർ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഹൈ പാസ് ഫിൽറ്ററിനെ എങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടാക്കി മാറ്റാം, ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റർ, ഇൻ്റഗ്രേറ്റർ, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ഇങ്ങനെ 4 ടോപ്പിക്കാണ് വേവ് ഷേപ്പിങ്ങിൽ പഠിക്കാനുള്ളത്. അതിൽ ഓൾറെഡി നമ്മൾ ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹൈ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡിഫറൻഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ നമുക്ക് ക്ലിയർ ആണ്. ഔട്ട്പുട്ടും ഇൻപുട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇൻപുട്ടിൻ്റെ ഡിഫറൻഷ്യലാണ് ഔട്ട്പുട്ട് അല്ലേ. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഈ സർക്യൂട്ടിന് എന്ത് പറയാം, ഡിഫറൻഷ്യേറ്റർ എന്ന് പറയാം. അപ്പോൾ ഹൈ പാസ് ഫിൽറ്ററായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ് ഡിഫറൻഷ്യേറ്റർ. ലോ പാസ് ഫിൽറ്ററായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ് എന്ത്, ഇൻ്റഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഡിഫറൻഷ്യേറ്ററാണ്. ഹൗ RC ഫിൽറ്റർ ബിക്കം ഡിഫറൻഷ്യേറ്റർ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സിലബസ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയാണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഇത്രയും പാർട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ RC ഡിഫറൻഷ്യേറ്റിംഗ് സർക്യൂട്ടും അടുത്ത വീഡിയോയിൽ RC ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടും പഠിക്കും. അപ്പോൾ എന്താണ് ഒരു ഹൈ പാസ് ഫിൽറ്റർ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. ഹൈ ഫ്രീക്വൻസിയെ പാസ് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്ന സർക്യൂട്ടിനായിരുന്നു നമ്മൾ ബേസിക്കലി എന്ത് പറയുക, ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബേസിക്കലി ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ് കപ്പാസിറ്ററും രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ് എന്താണ്, റെസിസ്റ്ററുമാണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ഒരു ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് ഈ ഹൈ പാസ് ഫിൽറ്ററിനെ ഒരു ഡിഫറൻഷ്യേറ്റർ ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കണ്ടീഷൻ ഓഫ് ഹൈ പാസ് ഫിൽറ്റർ ആസ് ഡിഫറൻഷ്യേറ്റർ. സോ ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിഫറൻഷ്യേറ്റർ അണ്ടർ സർട്ടൺ കണ്ടീഷൻ. മെയിനായിട്ട് 3 കണ്ടീഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ. ദ ഫസ്റ്റ് കണ്ടീഷൻ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്നാണ്, ഞാൻ ഈക്വൽ ടു എന്നാണ് എഴുതിയത്, പ്രൊപ്പോർഷണൽ ടു ആണ് സൈൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു d/dt ഓഫ് വി ഇൻ, അങ്ങനെ എനിക്ക് പറയാം അല്ലേ. ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്, ഇൻപുട്ട് സൈൻ ആണെങ്കിൽ ഔട്ട്പുട്ട് കൊസൈനാണ് അല്ലേ. ഇതല്ലേ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇത്ര ഉള്ളൂ ഇതിൻ്റെ ലോജിക്ക് അല്ലേ. അപ്പോൾ എന്താണോ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ d/dt അല്ലെങ്കിൽ ഡിഫറൻസിയേഷനാണ് നമുക്ക് എന്തിൽ കിട്ടുക, ഔട്ട്പുട്ടിൽ കിട്ടുക. സെക്കൻഡ് എന്താണ്, സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ദ വാല്യൂ ഓഫ് R ഷുഡ് ബി 10 or more ടൈംസ് സ്മോളർ ദാൻ XC. അപ്പോൾ എന്താണ് പറയുന്നത്, വാല്യൂ ഓഫ് R. അപ്പോൾ നമ്മൾ ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം എനിക്കൊരു കപ്പാസിറ്റർ വരും, പിന്നെ എനിക്കൊരു റെസിസ്റ്റർ വരും അല്ലേ. ഇങ്ങനെയല്ല ഇതിൻ്റെ സർക്യൂട്ട് ഇരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. അപ്പോൾ 2 കോമ്പണൻ്റ് ഉണ്ട്, ഇത് സിയും ഇത് ആറും. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി റിയാക്റ്റൻസ് നമുക്കറിയാം XC ആണ്, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് XC ആണ്. അപ്പോൾ XC എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഈ രീതിയിൽ നമ്മൾ ഒരു ഹൈ പാസ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിലാണ് ബേസിക്കലി ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുക, ഡിഫറൻഷ്യേറ്ററായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആ വേർഡ് പറയുന്നുണ്ട്, ദ വാല്യൂ ഓഫ് R ഷുഡ് ബി 10 or more ടൈംസ് സ്മോളർ ദാൻ XC. അതായത് ആറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ XC എന്നുള്ളത് വളരെ സ്മോളാണ്, 10 or more ടൈംസ് സ്മോളറാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, XC ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10R. അപ്പോൾ R ഷുഡ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ XC എന്ന് പറഞ്ഞാൽ ഈ 10 വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 10 ടൈംസ് എന്ന് പറയുന്നതുകൊണ്ടാണ് XC ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10R എന്നുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്നത്. അതുപോലെ ഒരു ഹൈ പാസ് ഫിൽറ്ററിനെ ഡിഫറൻഷ്യേറ്റർ ആക്കാനുള്ള തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദ ടൈം കോൺസ്റ്റൻറ്റ് RC ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി വെരി സ്മോൾ ആസ് കമ്പയർ ടു ദി ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് വേവ്. അപ്പോൾ എന്താണ് ടൈം കോൺസ്റ്റൻറ്റും ടൈം പീരിയഡും. ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അറിയാം, നമ്മളൊരു ഡിഫറൻഷ്യേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു CR അറേഞ്ച്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ അറേഞ്ച്മെൻറ്റാണ് നമ്മളൊരു ഡിഫറൻഷ്യേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ RC, റെസിസ്റ്ററിൻ്റെ വാല്യൂം കപ്പാസിറ്ററിൻ്റെ വാല്യൂം, അതാണ് RC അല്ലേ. സോ ദ ടൈം കോൺസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ RCയെ പറയുന്നത്. ദ ടൈം കോൺസ്റ്റൻറ്റ് RC ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി സ്മോൾ ആസ് കമ്പയർ ടു ദി ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് വേവ്. അപ്പോൾ ടൈം പീരിയഡ് നമുക്കറിയാം, ഒരു വേവിൻ്റെ ടൈം പീരിയഡ് അല്ലേ. ടൈം പീരിയഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ടൈം കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. അപ്പോൾ വെരി സ്മോൾ എന്ന് പറയുമ്പോൾ അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്. RC ഈസ് വെരി മച്ച് സ്മോളർ ദാൻ T ആണ്
അപ്പോൾ വെരി മച്ച് സ്മോളർ ആയതുകൊണ്ട് നമുക്ക് 0.00160. അപ്പോൾ ടി എന്നുള്ളത് എത്രയോ ലാർജറാണ്, ആർ സി എന്നുള്ളത് എത്രയോ സ്മോളറാണ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ സിലബസിൽ ആകെ ഡിഫറൻഷ്യേറ്ററിന് പറയുന്നത് 1 ഹവറാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ അനാലിസിസ് പറയാൻ നിന്ന് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ 3 കണ്ടീഷൻസ് ഏതാണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ പ്രൂഫ് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ആകെ പറയുന്ന പ്രൂഫ് എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്, അതായത് വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ഇൻ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ആ ഒരു പ്രൂഫ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ നമുക്ക് ആർ സി ഡിഫറൻഷ്യേറ്ററിൻ്റെ ഡെറിവേഷൻ നോക്കാം. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഡെറിവേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ആർ സി ഡിഫറൻഷ്യേറ്ററിൻ്റെ സർക്യൂട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുക? സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്ന ഒരു കപ്പാസിറ്ററാണ് അല്ലേ, ഒരു ബേസിക് കപ്പാസിറ്റർ. ഈ ബേസിക് കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നൊരു ബേസിക് റെസിസ്റ്ററിലേക്കാണ് ആർ. ഇങ്ങനെയാണല്ലോ നമ്മുടെ സർക്യൂട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും, വി ഇൻ. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും, വി ഔട്ട് അല്ലേ. ഇങ്ങനെയാണല്ലോ സർക്യൂട്ട് വരിക. ഈ സർക്യൂട്ടിൽ നമുക്ക് ബേസിക്കലി മാർക്ക് ചെയ്യാം, ഇത് സിയും ഇത് ആറും. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഐ. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഓംസ് ലോ പ്രകാരം ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. റൈറ്റ് അല്ലേ, ബേസിക് ആയിട്ടുള്ള ഓംസ് ലോ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓംസ് ലോ പ്രകാരം നമുക്ക് എഴുതാം വി ഔട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. കാരണം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇൻപുട്ടും കണ്ടുപിടിക്കാം. ഇൻപുട്ട് നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കുമ്പോൾ വി ഐ ജനറലി എങ്ങനെ വരിക, ഐ ഇൻറ്റു ആർ പ്ലസ് 1/j ഒമേഗ സി. ഇങ്ങനത്തെ ഒരു ഇക്വേഷനാണ് വരിക അല്ലേ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻ അറിയാം. What is the condition of differentiator? We know that in case of differentiator, the value of Xc is very much greater than R. What is Xc? The capacitive reactance is very much greater than R. So we can say that ഇൻപുട്ടിലെ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കൂടുതലാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ഹിയർ മോസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ട് appears at input. മോസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ട് appears at input എന്ന് പറയാം. കാരണം എന്താ, റെസിസ്റ്റൻസ് മാക്സിമമാണ്. കാരണം കപ്പാസിറ്ററാണല്ലോ നമ്മൾ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് കംപ്ലീറ്റ്ലി കപ്പാസിറ്ററിന് അക്രോസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ ഇൻപുട്ട് കണ്ടീഷൻ ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഈ ഫോമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വി ക്യാൻ സേ ഇറ്റ് ആസ് വി ഇൻ ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്വേഷനാണ്. വി ഇൻ ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി. ലെറ്റ് us put this as equation number 2. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയത്, എക്സ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ള കണ്ടീഷൻ്റെ ബേസിലാണ് ഞാൻ ഈ കണ്ടീഷൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ലെറ്റ് us put ഡിഫറൻസിയേഷൻ ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. ഇക്വേഷൻ നമ്പർ 2-ലെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ഡി ബൈ ഡി ടി ഓഫ് വി ഇൻ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, LHS-ൽ നമുക്ക് എന്തെന്നെ കിട്ടി, ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് തന്നെ കിട്ടി. RHS-ൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ നോക്കുക, ഇവിടെ ഡിഫറൻഷ്യൽ ഇൻറ്റഗ്രലാണ്, അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റഗ്രലാണ്. എന്താണ് ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ, ബേസിക്കലി ആ ഡെറിവേഷനും ഇൻറ്റഗ്രേഷനും ക്യാൻസലായിപ്പോവും ബേസിക്കലി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ ഇക്വേഷൻ, ദിസ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് വി ഇൻ ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാം ഡി ബൈ ഡി ടിയും ഇൻറ്റഗ്രലും ക്യാൻസലായിപ്പോവും. ബാക്കി വരുന്നത് എന്താ, 1/c ഇൻറ്റു ഐ. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്കൊന്ന്
അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ബേസിക്കലി ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഐ എന്നുള്ളതിനെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഈ 1/cയെ LHSലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എനിക്ക് എഴുതാം C ഇൻറ്റു d/dt ഓഫ് V എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ എന്തായിട്ട് എഴുതാം? ലെറ്റ് us put this as ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം 3ഉം കിട്ടി. ഇതിൻ്റെ ബേസിൽ എനിക്ക് ബാക്കി കണ്ടീഷൻസ് എഴുതാം. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ 1ൽ ഞാൻ എഴുതിയത് എന്താണ്? അക്കോർഡിംഗ് ടു ഇക്വേഷൻ നമ്പർ 1 V out equal to I into R. According to equation number 3 I equal to C into d/dt of Vn. So let us put equation number 3 in 1. Let us put equation number 3 in 1. എനിക്ക് എന്ത് കിട്ടും? V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടും V out equal to I into R അല്ലേ? ഓക്കെ, I ഓൾറെഡി നമുക്കറിയാം. എൻ്റെ കൂടെ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R ഇൻറ്റു C ഇൻറ്റു d/dt ഓഫ് Vn എന്ന് കിട്ടും അല്ലേ? ലെറ്റ് us put this is equation number 4 and this is the final equation. അപ്പോൾ നമുക്ക് ബേസിക്കലി ഫൈനൽ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം V out is proportional to d/dt ഓഫ് Vn. പറഞ്ഞൂടെ? ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് RC അഡീഷണലി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള ഒരു സ്പെക്ട്രാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ പാർട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. കാരണം ഇതിൻ്റെ തിയററ്റിക്കൽ ഡിസ്കഷൻ തന്നെ ഒരുപാട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യേറ്ററിൽ സൈൻ വേവും അതുപോലെ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടും ഒരു സ്ക്വയർ ഇൻപുട്ടും ഒരു പൾസ് ഇൻപുട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള കണ്ടീഷൻ റെസ്പോൺസ് ഓഫ് RC ഹൈ പാസ് ഫിൽറ്റർ ടു സൈൻ വേവ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യേറ്ററിൽ സൈൻ വേവ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബേസിക് കണ്ടീഷൻ എന്താണ്? അപ്പോൾ നമുക്കറിയാം സൈൻ വേവ് എന്താണെന്ന് അല്ലേ? സോ ഡിഫറൻഷ്യേറ്റഡ് വേർഷൻ ഓഫ് സൈൻ ഈസ് കൊസൈൻ. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യേറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സൈൻ വേവ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? കോസ് വേവ് ആയിരിക്കും. സോ ഹെൻസ് ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി ടു ദി ഇൻപുട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഒരു സൈൻ വേവ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കോസ് വേവ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സൈനും കോസും തമ്മിലൊരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതാണ് സൈൻ വേവ് അല്ലേ? ബ്ലൂ കളറിൽ ഇവിടെ വരച്ചിരിക്കുന്നതാണ് സൈൻ വേവ്. സോ ഇതാണ് സപ്പോസ് എൻ്റെ സൈൻ വേവ് എങ്കിൽ സൈൻ വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഡിഗ്രിയിൽ നിന്നാണ്. കോസ് സ്റ്റാർട്ട് ചെയ്യുന്ന 90 ഡിഗ്രി എന്നായിരിക്കും. പ്ലസ് 90 ആണെങ്കിൽ 90 ഡിഗ്രി എന്നായിരിക്കും. അപ്പോൾ ഇതാണ് കോസ് വേവ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. സൈൻ ഇൻപുട്ടായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്താവും? കോസ്. അപ്പോൾ നിങ്ങളിതിൻ്റെ കറക്റ്റ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതാണ് എൻ്റെ Vin എന്ന് പറയുന്നത്, ഇതാണ് എൻ്റെ V out എന്ന് പറയുന്നത്. Vനും V out നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. V എന്നുള്ളതൊരു സൈനസോയിഡൽ വേവും V out എന്നുള്ളതൊരു കൊസൈൻ വേവുമാണ്. അപ്പോൾ എങ്ങനെയാണ് സൈനും കോസും വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. സൈന് 0 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 90 ഡിഗ്രിയാണ്. സൈന് 90 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 0 ഡിഗ്രിയാണ്. സൈന് 180 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 270 ഡിഗ്രിയാണ്. സൈന് 270 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 360 ഡിഗ്രിയാണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റെസ്പോൺസ് വരയ്ക്കാം. വളരെ ഈസി ആയിട്ട് വരയ്ക്കാം അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ റെസ്പോൺസാണ്. റെസ്പോൺസ് ഓഫ് RC ഹൈ പാസ് ഫിൽറ്റർ ഓർ റെസ്പോൺസ് ഓഫ് RC ഡിഫറൻഷ്യേറ്റർ ടു സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സ്റ്റെപ്പ് ഇൻപുട്ട്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ് ഫോംസ് പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ സ്റ്റെപ്പ്? നമുക്കറിയാം ഇതാണ് ഒരു സ്റ്റെപ്പ് വേവ് ഫോം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേവ് ഫോമിൻ്റെ റെസ്പോൺസ് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് എങ്ങനെയാണ് സ്റ്റെപ്പ് റെസ്പോൺസ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ ഫോർമുലാസൊക്കെ അറിയാം. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വെൻ Vin ഈസ് അപ്ലൈഡ് ടു ദി ഇൻപുട്ട് ദ കപ്പാസിറ്റർ ബിഗിൻ ടു ചാർജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡീക്കേസ് എക്സ്പോണൻഷ്യലി.
അപ്പോൾ ഒരു കണ്ടിന്യൂസ് വോൾട്ടേജ് കിട്ടുകയാണെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ, ഇതിൻ്റെ ഇക്വേഷൻ്റെ ബേസിൽ നമുക്ക് പറയാം. അപ്പോൾ ബേസിക്കലി നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ഒരു RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ നെസസറി അല്ല, ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റെസ്പോൺസിൻ്റെ കേസിൽ വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ RC. ഇതാണ് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ RC. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈമാണെന്നാണ് ടി പറയുന്നത്. RC എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ലെറ്റസ് പുട്ട് ടി ഈക്വൽ ടു 0. ടിക്ക് ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ വരിക, ഈ ഫോമിൽ എന്ത് വരും, ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇ റേസ് ടു 0 എന്നാവും. ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആവും. അപ്പോൾ നമുക്കിവിടെ കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി. സെയിം വേ ഞാനിപ്പോൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0.5 RC ആണെങ്കിലോ, RC എന്നുള്ള മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് 0.5 RC ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.5 എന്ന് കിട്ടും. ഇ റേസ് ടു മൈനസ് 0.5 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടും 0.606 വോൾട്ട്. സെയിം വേ ഞാൻ ടിക്ക് RC എന്ന് കൊടുത്തു, ഓട്ടോമാറ്റിക്കലി വി ഔട്ട് നമുക്ക് കിട്ടും ഇ റേസ് ടു മൈനസ് 1 കിട്ടും. ഇ റേസ് ടു മൈനസ് 1 ഓൾറെഡി നമുക്കറിയാം, ദിസ് ഇസ് ഈക്വൽ ടു 0.367 വോൾട്ട്. സെയിം വേ ടിക്ക് ഞാൻ 2 RC കൊടുത്തു, എനിക്ക് വി ഔട്ട് കിട്ടി ഇ റേസ് ടു മൈനസ് 2 എന്ന് കിട്ടി. വാല്യൂ എനിക്കറിയാം 0.135 വോൾട്ട്. ഇതൊക്കെ കോൺസ്റ്റൻ്റ് വാല്യൂ. അതുപോലെ ഞാൻ ടിക്ക് 5 RC കൊടുത്തു, എനിക്ക് വി ഔട്ട് കിട്ടി ഇ റേസ് ടു മൈനസ് 5. ഇ റേസ് ടു മൈനസ് 5 എന്ന് പറഞ്ഞാൽ 0.007 വോൾട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി RCയുടെ വാല്യൂ നമ്മൾ കൂട്ടി കൊണ്ടുപോവാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, വാല്യൂ കുറഞ്ഞു വരും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതാണ് സപ്പോസ് ഞാൻ വരച്ചിരിക്കുന്ന റെസ്പോൺസ് എങ്കിൽ നമുക്ക് ബേസിക്കലി ഈ റെസ്പോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെസ്പോൺസിൻ്റെ ബേസിൽ എനിക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതാണ് നമ്മളെ റെസ്പോൺസ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം നോക്ക്. ആദ്യം ഇവിടെ ഞാൻ ടിയും ഇവിടെ ഞാൻ വി ഔട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദി കണ്ടീഷൻ ഹിയർ. ഫസ്റ്റ് കണ്ടീഷൻ ടിക്ക് 0 കൊടുത്തപ്പോൾ വി ഔട്ടിൻ്റെ വാല്യൂ വി ആണ്. ടിക്ക് ഞാൻ 0 കൊടുത്തപ്പോൾ വി ഔട്ട് എനിക്ക് കിട്ടി, വി ഔട്ടിൻ്റെ വാല്യൂ എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു വി. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ടിക്ക് ഞാൻ 0.5 RC കൊടുത്തു. സപ്പോസ് ഇതാണ് 0.5 RC എന്ന് അസ്യൂം ചെയ്യാം. 0.5 RC കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 V എന്നുള്ളത് 0.606 V ആയി, ഗ്രാജുവലി കുറഞ്ഞു അല്ലേ. വീണ്ടും 0.5 RC കൂട്ടി കൊണ്ടുവരുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ വരും. അപ്പോൾ എങ്ങനെയാണ് എക്സാക്ട്ലി വേവ് ഫോം വരിക, അതാ ഇതുപോലെ ഒരു ലാസ്റ്റ് ഒരു ഇൻഫിനിറ്റ് ലൊക്കേഷനിൽ എത്തുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഫൈനൽ റെസ്പോൺസ് വരയ്ക്കാൻ പറ്റും. ഫൈനൽ റെസ്പോൺസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ദിസ് ഈസ് ദി ഫൈനൽ റെസ്പോൺസ്. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ വേവ് ഫോം വരയ്ക്കുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് പഠിക്കുന്നത്. സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ജസ്റ്റ് ഫോമുല അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസ്പോൺസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് വരച്ച പോലെ തന്നെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ക്വയർ ഇൻപുട്ടാണ്. സോ സ്റ്റെപ്പും സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഒരു സ്ക്വയർ ഇൻപുട്ട് കിട്ടുക. അപ്പോൾ സ്ക്വയർ ഇൻപുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് എ സ്ക്വയർ വേവ് ഈസ് അപ്ലൈഡ് അറ്റ് ഇൻപുട്ട് ഹൈ പാസ് ഡ്യൂറിങ് T1 എന്ന് പറയുന്നത് ഫസ്റ്റ് പീരീഡാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 2 പീരീഡ് വരും. T1 എന്നുള്ളൊരു പീരീഡ് ഇതാണ്, T2 എന്നുള്ളൊരു പീരീഡ് ഇതാണ്. ഈ 2 പീരീഡിൽ എനിക്ക് 2 റെസ്പോൺസാണ് കിട്ടുക. ഒന്നിൽ ചാർജിങ് കണ്ടീഷൻ, ഒന്നിൽ ഡിസ്ചാർജിങ് കണ്ടീഷനാണ് വരിക. അപ്പോൾ നിങ്ങൾ നോക്ക്, ഡ്യൂറിങ് T1 ദ ഇൻപുട്ട് റിമൈൻസ് കോൺസ്റ്റൻറ്റ് കപ്പാസിറ്റർ ചാർജസ്, ഔട്ട്പുട്ട് ഡീക്കേസ് എക്സ്പോണൻഷ്യലി ഫ്രം V1 ടു V2. ഔട്ട്പുട്ട് V1 നിന്ന് V2ലേക്ക് അല്ലെങ്കിൽ V1 ഡാഷിലേക്ക് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആവും. എങ്ങനെ നമുക്ക് നോക്കാം. സെയിം വേ if at the end of T equal to T1 the input drops an amount V, the same change is reflected at the output is reduced to V3 to V2. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഈ 2 ഇക്വേഷൻസ് പഠിക്കാം, V2 ഉം V4ഉം. V1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി, നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ പോലെ തന്നെ വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ
ഇതിൻ്റെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാലോ ഇത് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടായിട്ടാണ് ആദ്യം ആക്ട് ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ് റെസ്പോൺസിൻ്റെ കേസിൽ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്, ഈ ഒരു പോസിറ്റീവ് റെസ്പോൺസിൻ്റെ കേസിൽ എനിക്ക് ഒരു വേവ് ഫോം കിട്ടും. ഇത് ഓൾറെഡി നമ്മൾ സ്റ്റെപ്പിൽ പഠിച്ച ഒരു വേവ് ഫോമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്പിൽ പഠിച്ച വേവ് ഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വേവ് ഫോം വരുന്നത് അല്ലേ. യെസ്. പിന്നെ എനിക്ക് വരുന്നത് അടുത്ത T2 എന്നുള്ളൊരു പീരിയഡാണ് എനിക്ക് അടുത്ത് വരുന്നത്. T2 എന്നുള്ള പീരിയഡിൽ ഞാൻ ഈ ഒരു വോൾട്ടേജ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി ഇവിടുത്തെ വോൾട്ടേജ് വാല്യൂ കുറവായതുകൊണ്ട് നമുക്ക് ഈ റെസ്പോൺസ് സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്യാരിയിൽ നമുക്കൊരു സ്ലൈറ്റ് ഡിക്രീസ് വരികയാണെങ്കിൽ നെക്സ്റ്റ് ക്യാരിയിൽ എനിക്കൊരു സ്ലൈറ്റ് ഇൻക്രീസ് വരും. വീണ്ടും അടുത്ത ടൈം പീരിയഡ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ വേവ് ഫോം പോലെ തന്നെ ഇതുപോലെ എനിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് എൻ്റെ 2 സ്റ്റെപ്പ് പൾസുകൾ വരച്ച പോലെ, 2 സ്റ്റെപ്പ് പൾസുകൾ വരച്ച പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് പൾസിൽ ഡിക്രീസിങ്ങും സെക്കൻഡ് സ്റ്റെപ്പ് പൾസിൽ ഇൻക്രീസിങ്ങും വരുന്ന രീതിയിൽ ഞാനിതിൻ്റെ റെസ്പോൺസ് പ്ലോട്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂസിങ് ആണ്, എന്നാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 റെസ്പോൺസ് സ്ക്വയർ ഇൻപുട്ടിന് വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ ഞാൻ RC/T ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1, അല്ലെങ്കിൽ എൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്, ടൈം പീരിയഡ് എന്ന് പറയുന്നത് വളരെ 1നേക്കാളും വളരെ ഗ്രേറ്റർ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു ആറിൻ്റെയും സീൻ്റെയും വാല്യൂ. ഞാൻ അടുത്ത കണ്ടീഷനിൽ ആറിൻ്റെയും സീൻ്റെയും വാല്യൂ 1നേക്കാളും ചെറുതായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൽ ആറിൻ്റെയും സീൻ്റെയും വാല്യൂവിനനുസരിച്ച് അപ്പോൾ ഒരു ലാർജർ RC വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഇതാണ്. ഒരു സ്മോളർ RC വരുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് വരുന്ന ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു ചാർജിങ് ആണ് വരുന്നത്. ചാർജിങ് നമുക്ക് ഒന്നെങ്കിൽ ചാർജിങ് അല്ല ഡിസ്ചാർജിങ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ ഈ ടൈം കോൺസ്റ്റൻ്റ് അനുസരിച്ച് ഇത് മാറും. അപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് കൂടുന്നതിനനുസരിച്ച് വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജിങ് നടക്കുകയുള്ളൂ. ഇത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്ലോ ഡിസ്ചാർജിങ്ങിന് പകരം വളരെ ഫാസ്റ്റായിട്ട് ഈ റെസ്പോൺസ് എന്താവും? ഡിസ്ചാർജ് ആവും. ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയിട്ട് ഇത് എവിടെ എത്തും? 0-ലെത്തും. പിന്നെ വരുന്നത് അടുത്തൊരു T2 എന്നുള്ള റെസ്പോൺസാണ്. ഇവിടെ ഇതുപോലെ തന്നെ നെഗറ്റീവ് റെസ്പോൺസാണ് വരിക. സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും, വീണ്ടും സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും, ക്വിക്ക് ഡിക്രീസിങ് ചെയ്യും, വീണ്ടും സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. ഈ രീതിയിൽ നമുക്കിതിൻ്റെ റെസ്പോൺസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ആ ടൈം കോൺസ്റ്റൻറ്റ് മാറ്റുന്നതിനനുസരിച്ച് റെസ്പോൺസിൽ മാറ്റം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതാണ് സ്ക്വയർ. ഇതുപോലെ സിമ്മട്രിക്കൽ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ, സിമ്മട്രിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ സ്ക്വയർ നമ്മൾ വരച്ചപ്പോൾ എബോവ് 0 ആക്സിസ് ആണ് വരച്ചത്. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് എന്താണ്? ഇതിൽ നെഗറ്റീവ് ഹാഫ് വരുന്നത് ബിലോ 0 ആക്സിസും പോസിറ്റീവ് ഹാഫ് വരുന്നത് എബോവ് 0 ആക്സിസുമാണ്. ഇവിടെ ഇതുപോലെ തന്നെ വേവ് ഫോം വരിക. RC എന്നുള്ളത് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ റെസ്പോൺസ് കിട്ടും. കണ്ടോ? പോസിറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് സ്ലൈറ്റ്ലി ഡിക്രീസിങ്ങും നെഗറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് സ്ലൈറ്റ്ലി ഇൻക്രീസിങ്ങും എന്നുള്ള രീതിയിൽ വേവ് ഫോം കിട്ടും. നമ്മൾ ആ ടൈം കോൺസ്റ്റൻറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ ഈ ഡിക്രീസിങ് കുറയും, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും, വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി സിമ്മട്രിക്കൽ സ്ക്വയർ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് ഒരു RC ഹൈ പാസ് ഫിൽറ്ററിനെ സിമ്മട്രിക്കൽ സ്ക്വയർ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നത്, അതുപോലെ സ്ക്വയർ ഇൻപുട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതുപോലെ നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ടിൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, അതുപോലെ ഒരു സൈനസോയിഡൽ ഇൻപുട്ടിൽ നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, അതുപോലെ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, എന്തൊക്കെയാണ് ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ 3 ബേസിക് ക്രൈറ്റീരിയാസ്, അതുപോലെ ഒരു ഹൈ പാസ് ഫിൽറ്റർ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്ററാക്കി മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ RC ഇൻ്റഗ്രേറ്ററാണ് പഠിക്കാനുള്ളത്. RC ഇൻ്റഗ്രേറ്റർ അത് ലോ പാസ് ഫിൽറ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റർ പഠിക്കുക. ഇതോടെ ഒരു മേജർ പോർഷൻ കംപ്ലീറ്റ് ആവും. അടുത്ത വീഡിയോയോട് കൂടിയിട്ട് ഒരു മേജർ പോർഷൻ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു.